നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആനകളും എഴുന്നള്ളത്തും ആനച്ചന്തവും ആഘോഷങ്ങളും കേരളത്തിന്റെ സാംസ്കാരിക മേഖലയുമായി ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. ആനകളെ പീഡിപ്പിക്കുന്നുവെന്ന തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോഴും ആനകളില്ലാതെ ആഘോഷങ്ങളില്ലെന്ന മട്ടിലാണ് കാര്യങ്ങളുടെ അവസ്ഥ. നിരവധി നിയന്ത്രണങ്ങളും നിയമങ്ങളും ഈ വിഷയത്തിൽ നിലവിലുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി കൂടുതൽ കർശനമായ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ആഘോഷങ്ങളുടെ പേരിൽ നാട്ടാനകളെ പീഡിപ്പിക്കരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ആനകളെ ഇനി തുടർച്ചയായി 3 മണിക്കൂറിലേറെ എഴുന്നള്ളിക്കുവാൻ പാടില്ല. രാത്രി 10-നും പുലർച്ചെ 4-നും ഇടയിൽ ആനകളെ വാഹനങ്ങളിൽ കൊണ്ടുപോകരുത്. ഒരു ദിവസം 30 കിലോമീറ്ററിലധികം ആനയെ നടത്തരുത്. ഇതിൽ കൂടുതൽ ദൂരമാണെങ്കിൽ വാഹനത്തിൽ കൊണ്ടുപോകണം. ആനകളെ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ വേഗം 25 കിലോമീറ്ററിൽ അധികമാകരുത്. വാഹനത്തിൽ വേഗപ്പൂട്ടും ഉണ്ടായിരിക്കണം. ആനകൾക്ക് 24 മണിക്കൂറിൽ 8 മണിക്കൂർ വിശ്രമം ഉറപ്പാക്കണം. ഉത്സവങ്ങൾക്ക് ക്ഷേത്രാങ്കണങ്ങളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ വാദ്യമേളക്കാരിൽ നിന്ന് 8 മീറ്ററും തീവെട്ടികളിൽ നിന്ന് 5 മീറ്ററും അടുത്തു നിൽക്കുന്ന ആനകളിൽ നിന്ന് 3 മീറ്ററും ഉറപ്പാക്കണം. ആനയും വെടിക്കെട്ടും നടക്കുന്ന സ്ഥലവുമായി 100 മീറ്റർ അകലമുണ്ടായിരിക്കണം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആനകളെ റോഡിലൂടെ എഴുന്നള്ളിക്കുവാൻ പാടില്ല. ഒരു ദിവസം ആനകളെ 125 കിലോമീറ്ററിലധികം വാഹനത്തിൽ കൊണ്ടുപോകാനും പാടില്ല. തുടർച്ചയായി 6 മണിക്കൂറിലധികം വാഹനത്തിൽ ആനകളെ നിർത്തുവാനും പാടില്ല. ആനകൾക്ക് തണൽ ഉറപ്പാക്കണം. കടുത്ത ചൂടിൽ നിർത്തരുത്. ഭക്ഷണവും വെള്ളവും നൽകണം. അടിയന്തര സാഹചര്യത്തിൽ ആനകളെയും ജനങ്ങളെയും ഒഴിപ്പിക്കുവാൻ പ്രത്യേക പ്ലാൻ ഉണ്ടാകണം. ദേവസ്വങ്ങൾക്ക് എലിഫന്റ് സ്ക്വാഡും ക്യാപ്ചർ ബെൽറ്റും ഇനി വേണ്ട. ഇനി ആന എഴുന്നള്ളത്തുമായി വേണ്ട മറ്റ് ചട്ടങ്ങൾ ഇപ്രകാരമാണ്. ആന എഴുന്നള്ളത്തിന് ചട്ടപ്രകാരമുള്ള ജില്ലാ കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഇതിൽ അംഗങ്ങൾക്ക് പുറമെ ജില്ലയിലെ മൃഗസംരക്ഷണ സംഘടനകളിൽ നിന്ന് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയും ഉണ്ടായിരിക്കണം. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് 1 മാസം മുൻപേ തന്നെ അതിൻ്റെ സംഘാടകർ ഈ ജില്ലാ കമ്മിറ്റിയിൽ വിശദമായ അപേക്ഷ നൽകണം. ആനകൾക്ക് 3 ദിവസത്തിൽ കുറയാത്ത വിശ്രമം ലഭിച്ചിരിക്കണം. ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം. ആനയുടെ മദപ്പാട് കാലം സംബന്ധിച്ച വിവരവും അംഗീകൃത വെറ്റിനറി സർജന്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. 12 മാസത്തിനുള്ളിൽ ആന ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരവും ഹാജരാക്കണം. സർക്കാർ വെറ്റിനറി ഡോക്ടറാണ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അനിഷ്ടം കാണിക്കുന്ന ആനകളെ നിയന്ത്രിക്കുവാൻ മനുഷ്യത്വരഹിതമായ മുറകളൊന്നും സ്വീകരിക്കരുത്. കോടതി പറഞ്ഞ മറ്റ് നിരീക്ഷണങ്ങൾ നോക്കിയാൽ പോളണ്ടിൽ ജർമ്മനി നടത്തിയ കൂട്ടക്കുരുതിയിലൂടെ കുപ്രസിദ്ധമായ ട്രെബ്ലിംഗ ക്യാമ്പിൽപ്പെട്ട അവസ്ഥയാണ് നാട്ടാനകൾക്കുള്ളത്. സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള ഉത്സവകാലങ്ങളിൽ കച്ചവട താൽപ്പര്യം മാത്രമാണ് ആനയുടമകൾ കാണിക്കുന്നത്. ആനകളെ വിപണന വസ്തുവായി കാണുകയും ചെയ്യുന്നു. നാട്ടാനകളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ പരിഗണിക്കുന്ന ഹർജിയിലാണ് ഈ ഉത്തരവുകളെല്ലാം വന്നിരിക്കുന്നത്. 2012 ചട്ടങ്ങളും 2015 സുപ്രീം കോടതിയുടെ ഉത്തരവിലെ നിർദ്ദേശങ്ങളിലും സർക്കാർ കാണിക്കുന്ന അനാസ്ഥയെയും കോടതി വിമർശിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ ഉത്തരവുകൾ. മേൽപ്പറഞ്ഞ ഉത്തരവുകൾ കർശനമാക്കിയാൽ അത് ഇനി ഉത്സവാഘോഷങ്ങളുടെ അവസ്ഥ തന്നെ മാറുന്നതായിരിക്കും. തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വമ്പൻ ഉത്സവാഘോഷങ്ങൾ നടത്തുവാൻ കഴിയാതെ വരും. പരസ്പരം മത്സരിച്ച് നടത്തപ്പെടുന്ന ആന പ്രദർശനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലുമാകും. ആനകളുടെ ഭാരിച്ച ചെലവ് താങ്ങുവാനാകാതെ ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും മറ്റു തരത്തിലുള്ള എഴുന്നള്ളത്തുകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ആചാരങ്ങളുടെ ഭാഗമായി ആനകളെ ഒഴിവാക്കുവാനാകാത്ത തരത്തിലാണ് ഭൂരിഭാഗം ഉത്സവങ്ങളും നടക്കുന്നത്. കോടതി നിർദ്ദേശങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടും എന്നത് ഇനി സർക്കാരിൻ്റെ കയ്യിലാണ്. കേരളത്തിൽ അനുയോജ്യമായ നാട്ടാനകൾ കുറഞ്ഞത് കാരണം ദേവസ്വം ബോർഡുകൾ പ്രതിസന്ധിയിലുമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ ആനകളെ വാങ്ങുവാനായി ശ്രമം നടക്കുന്ന വാർത്തകളൊക്കെ മുൻപ് വന്നിരുന്നു. എന്തായാലും നിയമങ്ങൾ ഒരു വശത്ത് കർശനമാകുമ്പോഴും ആനകളില്ലാതെ ആഘോഷങ്ങളില്ല എന്നതും മറ്റൊരു വസ്തുത തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ എന്നിവയൊക്കെ നൽകുക.